ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് ഒന്ന് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ്. അങ്ങനെ ചന്ദ്ര പോയിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് എന്തോ പറ്റി. അപ്പൊ ആ ഒരു ഓട്ടോയ്ക്ക് എന്തോ പറ്റിയത് കൊണ്ട് തന്നെ ഓട്ടോ ഡ്രൈവർ ഇറങ്ങി ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പൊ ഈ ഓട്ടോ ഡ്രൈവർ ആരുടെ സൈഡാണെന്ന് ചോദിച്ചാൽ ശരത്തിന്റെ കൂട്ടുകാരന്റെയും സൈഡാണ്. അപ്പൊ ഇവരെല്ലാവരും കൂടെ ഒത്തു കളിക്കുന്നതാണ് നമ്മുടെ ചന്ദ്രയുടെ കയ്യിലുള്ള പൈസ അടിച്ചു മാറ്റണം, ചന്ദ്രയെ ഒരു പാഠം പഠിപ്പിക്കണം. അത് തന്നെയാണ് ശരത്തിന്റെ കൂട്ടുകാരന്റെയും ഉദ്ദേശം. അങ്ങനെ ആ ഓട്ടോക്കാരനെ ഇറങ്ങിയിട്ട് ശരത്തിന് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുകയാണ്. ശരത്തിന്റെ കൂട്ടുകാരനെ എല്ലാം സക്സസ് ആണ് എന്നിങ്ങനെ കൈ കാണിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര കുറച്ചു നേരം ഓട്ടോയ്ക്കകത്ത് ഇരുന്നു. എന്നിട്ട് ഇറങ്ങിയിട്ട് ചോദിച്ചു, അല്ല എന്താ പറ്റിയത് ഓട്ടോയ്ക്ക്? അല്ല ഇനി ഓട്ടോ ഇവിടെ നിന്ന് നീങ്ങില്ലേ? അയ്യോ എന്റെ പൊന്നി ചേച്ചി, ഓട്ടോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചേച്ചി വേറൊരു ഓട്ടോ വിളിച്ചോണ്ട് പൊക്കോ, ഇപ്പൊ തൽക്കാലം എന്റെ ഓട്ടോ ഇവിടെ നിന്ന് അനങ്ങില്ലെന്ന് പറഞ്ഞു. ഓ എന്റെ ദൈവമേ, ഏത് സമയത്താണോ തന്റെ ഓട്ടോയിൽ എനിക്ക് കയറാൻ തോന്നിയത്? അല്ലെങ്കിലും താനൊക്കെ എന്താണോ ഈ കാണിക്കുന്നത്? അയ്യോ എന്റെ പൊന്ന് ചേച്ചി, എന്റെ ഓട്ടോയ്ക്ക് എന്തോ പറ്റി, ഞാൻ പറഞ്ഞല്ലോ എന്തോ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, ഇനിയിപ്പം മെക്കാനിക്ക് വന്ന് ശരിയാക്കാതെ ഇത് ഇവിടുന്ന് പോകുമല്ല എന്ന് പറഞ്ഞപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ സൈഡിലും ഈ സൈഡിലൊക്കെ നോക്കുകയാണ് കേട്ടോ, ഓട്ടോ വല്ലതും ഉണ്ടോന്ന് ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടി. ഏതായാലും ഓട്ടോ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ അങ്ങോട്ട് നടക്കുകയാണ്. പതുക്കെ അങ്ങോട്ട് നടക്കാൻ കുറച്ച് നേരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഓട്ടോയും വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശരത്തിനോട് കൂട്ടുകാരൻ പറഞ്ഞു, ഇതാണ് പറ്റിയ സമയം. ദേ ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ആ തള്ളയുടെ കയ്യിൽ ഒരു 1.5 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. ആ 1.5 ലക്ഷം രൂപ അത് നമ്മൾ അടിച്ചു മാറ്റുക, അത് നമ്മൾ 2 പേരും കൂടെ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, അയ്യോ എടാ അത് വേണോ? അത് വലിയ കുഴപ്പമാവൂലേ? ദേ അതൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു പേടിപ്പിച്ചിട്ടങ്ങ് വിട്ടാ പോരെ. ദേ ഇതിനെയൊക്കെ പേടിപ്പിച്ചിട്ട് വിടാനോ? ഇതിനെയൊന്നും പേടിപ്പിച്ചിട്ട് വിട്ടാൽ ശരിയാവില്ല. ഇതിനൊക്കെ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. നിന്നെയും നിന്റെ കുടുംബത്തെയും അപമാനിച്ചില്ലേ? നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തെന്ന് പറഞ്ഞില്ലേ? വെറുതെ അല്ലേ നിന്നെ അപമാനിച്ചത്? അപ്പൊ പിന്നെ ആ പൈസ ആ തള്ളയുടെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴേ ആ തള്ള പഠിക്കത്തുള്ളൂ. ഇതേ ഒരു 1.5 പാഠം തന്നെ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നു ശരത്തെ നീ പേടിക്കണ്ട. ഇതുപോലെയുള്ള സാധനങ്ങളെ പല പോലെ വളർത്തരുത്. ദേ നമ്മളൊക്കെ സത്യസന്ധമായി ജീവിച്ചിട്ട് ഒരു കാര്യമില്ലടാ. സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്കൊന്നും ഇപ്പൊ ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒന്നും ഇല്ലെന്നേ. ഇപ്പം ദേ ഇതുപോലെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്കാണ് നിലയും വിലയും ഒക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഓർത്തു നോക്കിക്കേ, നിന്റെ അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്നിട്ട് പാപം എന്താ സംഭവിച്ചത്? ഇതൊക്കെയാ പറയുന്നത്. നമ്മളെപ്പോലെയുള്ള പഞ്ചപാവങ്ങൾക്ക് ഒരു വിലയും ഇല്ല. ദേ ഇവരൊക്കെ പണക്കാരാകുന്നത് എങ്ങനെയാ? ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചിട്ട്. എന്നിട്ടോ നമ്മൾ വലിയ സത്യസന്ധത കളിച്ച് എന്നും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ് കിടക്കും. അതുകൊണ്ട് നീ മൈൻഡ് ചെയ്യണ്ട. നിന്നെ ആ സ്ത്രീയെ തല്ലിന്നല്ലേ പറഞ്ഞത്? ഈ സ്ത്രീയുടെ മരുമകള്, ആരെങ്കിലും ആട്ടെ, എല്ലാത്തിനും ഒരു പകരം വീട്ടൽ അതല്ലേ നിനക്ക് വേണ്ടത്? അതേടാ എനിക്ക് പകരം വീട്ടണം. എങ്കിൽ പിന്നെ നീ ധൈര്യമായിട്ട് എൻ്റെ കൂടെ വന്നോളൂ. ദേ നമ്മൾ പതുക്കെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകും. ഹെൽമറ്റ് നീ വെച്ചോ. ഏതായാലും സ്ത്രീയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന ബാഗ് എടുത്തോണ്ട് ഒരൊറ്റ പാച്ചിലായിരിക്കും. പിന്നെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ആണോടാ വേണോടാ എനിക്ക് ഇതൊന്നും ശീലമില്ലെന്നൊക്കെ എനിക്കറിയാടാ. ദേ നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പഞ്ചപാവങ്ങളുടെ കയ്യിൽ നിന്നോ അങ്ങനെയൊന്നും അല്ലല്ലോ. ദേ ഈ തള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ 1.5 സാധനമാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ ദൈവം നമ്മളെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഈ തള്ളയ്ക്ക് വേണ്ട ശിക്ഷ തന്നെയാ നമ്മൾ കൊടുക്കുന്നത്. ചിലപ്പം ദൈവമായിട്ടായിരിക്കും നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. നീ വാടാ, കമോൺട്രാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അങ്ങ് പോയി. ഏതായാലും ചന്ദ്രയുടെ അടുത്ത് പതുക്കെ എത്തുന്നു. ചന്ദ്രയുടെ അടുത്ത് ചെന്നതും പതുക്കെ വണ്ടി അങ്ങ് നിർത്തിയിട്ടൊരു ഒറ്റ പിടുത്തമായിരുന്നു. പേഴ്സും പിടിച്ചു വലിച്ചോണ്ട് നമ്മുടെ ശരത്തിന്റെ കൂട്ടുകാരനും വീട്ടടിച്ചൊക്കെ പോയി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത്. എന്റെ പൊന്നോ നമ്മുടെ ചന്ദ്ര, അയ്യോ എന്റെ ബാഗ് പോയേ ഈശ്വര, എന്റെ ബാഗ്, എന്റെ പൈസ, അയ്യോ നാട്ടുകാരെ എന്റെ ബാഗ് പോയേന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നങ്ങോട്ട് വലിച്ച് കീറുകയാണ് കേട്ടോ. അപ്പൊ തൊട്ടടുത്ത് നിന്നവരൊക്കെ ഓടിക്കൂടിയിട്ട് എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പം, അയ്യോ എന്റെ ബാഗ് പോയി, എന്റെ ബാഗിനകത്ത്
ഒരു 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അയ്യോ ഞാനിനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വരാ, ഞാൻ പലിശ അടയ്ക്കാൻ കൊണ്ടുവന്ന പൈസയാണേ. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു മഹാപാപികൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വീണ്ടും കാറി കൂവി. അപ്പോഴത്തേക്ക് അവിടെ നിന്നവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, ഇനിയിപ്പോൾ അവന്മാർ വിട്ടുപോയി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കേസ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഈ സമയം നമ്മുടെ ചന്ദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ചന്ദ്രയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കാനൊക്കെ പേടിയുമാണ്. ഇത് പലിശ കൊടുക്കാനാണ് ഈ പൈസ കൊണ്ടുപോയതെന്ന് പറയാനും പറ്റത്തില്ലല്ലോ പോലീസുകാരോട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണമൊക്കെ വരുമ്പോഴത്തേക്കും അത് വീട്ടിലറിയും, പ്രശ്നമാകും. അതുകൊണ്ട് ചന്ദ്രയ്ക്ക് ഒന്നിനും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയായി പോയിട്ടോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചന്ദ്രയ്ക്ക്, വേറെ എന്ത് ചെയ്യാനാണ്. ഏതായാലും ചന്ദ്ര അവിടെ നിന്ന് കുറച്ചു നേരം ഇങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട്, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല ഈശ്വര, ഫൈനാൻസറിനോട് പോയി കാര്യമൊക്കെ പറയാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഫൈനാൻസറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഫൈനാൻസർ എന്തോ പൈസയൊക്കെ എണ്ണിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രനെ കണ്ടതും, കയറി വാ ഇവിടെ നിൽക്കാതെ കയറി വാ, അകത്തേക്ക് കയറി വാ, കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. എൻ്റെ പൊന്നി ചന്ദ്രനെ വിളിക്കാൻ ആളെ വിട്ട് കഴിഞ്ഞാൽ മാത്രമേ ചന്ദ്രയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളല്ലേ. ഇത് വലിയ കഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും തെറ്റും ചന്ദ്രയെന്ന് പറഞ്ഞു. ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ട് വെളുത്ത് തിരിക്കുകയാണ്. ചന്ദ്രയ്ക്ക് എന്താ അവിടെ ചെന്ന് പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, വിയർത്ത് കുളിക്കുവാണ് കേട്ടോ. അപ്പം പറഞ്ഞു, എന്ത് പറ്റി ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു വിയർപ്പും ഒരു പതർച്ചയൊക്കെ. എന്താ പൈസ കൊണ്ടുവന്നിട്ടില്ലേ? പൈസ ആയിട്ടില്ലായിരിക്കൂലേ? എന്താ ഇനിയിപ്പോൾ വലിയ മാലയോ വളയോ വല്ല ഉരുപ്പടി പടയം വെക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? എങ്കിൽ കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയാണെങ്കിലും പൈസ ഇവിടെ എനിക്ക് ഒത്തു കിട്ടിയാൽ മതി, ഒരു കുഴപ്പമില്ല. ചന്ദ്രൻ ഒരു കാര്യം ചെയ്യുക, വളയാണെങ്കിൽ വളയൂര്, മാലയാണെങ്കിൽ മാലയൂര്. പോരട്ടെ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ സാറേ എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധമോ? എന്തബദ്ധം? അത് പിന്നെ വേറൊന്നുമല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ഞാൻ ഇങ്ങോട്ടേക്ക് പലിശ തരാൻ വരുമായിരുന്നു. 1.5 ലക്ഷം രൂപയും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് മോക്ഷണം പോയി, ആ പൈസ മുഴുവൻ മോക്ഷണം പോയി സാറേ. ദേ ചന്ദ്രേ, ഊടായിപ്പുമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. ദേ ഇതുപോലെ പല ഊടായ്പും ഞാൻ കണ്ടതാ. അബദ്ധം പറ്റി പോലും. ദേ നിനക്കല്ലടി ചന്ദ്ര അബദ്ധം പറ്റിയത്, എനിക്ക് അബദ്ധം പറ്റിയത്. വല്ലാത്ത അബദ്ധം എനിക്ക് പറ്റിയിരിക്കുന്നത് അറിയാലോ. ദേ നിന്നെപ്പോലെയുള്ളവർക്ക് പൈസ തന്നതാ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. മര്യാദയ്ക്ക് പൈസ എടുത്തോ. ഇതുപോലെയുള്ള പല അടവുകളും കണ്ടിട്ടുള്ളവനാ ദേ ഈ ഇരിക്കുന്ന ഞാന്. അതുകൊണ്ട് പറയാ, പൈസ എടുക്കാൻ പറഞ്ഞ പൈസ എടുത്തോണം, ഇല്ലെങ്കിൽ ഉരുപ്പടി ഉണ്ട് ഉരുപ്പടി വെക്ക്. അല്ലാതെ ഇതിന് വേറെ ഒരു സൊല്യൂഷനും ഇല്ല. കള്ളന്മാർ അടിച്ചോണ്ട് പോയി പോലും. എൻ്റെ പൊന്നു ചന്ദ്രേ, കള്ളം പറയുമ്പോഴുണ്ടല്ലോ മനുഷ്യർ വിശ്വസിക്കുന്ന കള്ളങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറ. ദേ ഞാൻ പറഞ്ഞു പൈസ വെക്ക്. അയ്യോ സത്യം സാറേ പറയുന്നത്, എൻ്റെ കയ്യിലിരുന്ന് 1.5 ലക്ഷം രൂപ ഏതോ 2 പേര് ബൈക്കിൽ വന്ന് മോഷ്ടിച്ചോണ്ട് പോയി സാറേ. സാറിന് സംശയം ഉണ്ടെങ്കിൽ സാറിൻ്റെ കൂടെ വാ. ദേ കണ്ടവരുണ്ട്, ദൃസാക്ഷികളുണ്ട്, എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. ഏതായാലും നിൽക്കേ, ഞാൻ നിന്റെ കൂടെ വരാം. പക്ഷേ എനിക്ക് ദൃസാക്ഷികളെ ഒന്നും കാണണ്ട, നിന്റെ വീട്ടിലേക്ക് വരാം. വീട്ടിൽ വന്നിട്ട് നിന്റെ കെട്ടിയവനും നിനക്ക് മക്കളൊക്കെ ഉണ്ടല്ലോ, നിന്റെ മക്കളെയൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം, ഇതിനൊരു തീരുമാനം അത് കഴിഞ്ഞിട്ടുണ്ടാക്കാം. അയ്യോ സാറേ, വീട്ടിലേക്ക് വരാനോ? വീട്ടിലേക്ക് വരണ്ട സാറേ. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല സാറേ. എങ്കിൽ പിന്നെയേ എൻ്റെ പൊന്നു ചന്ദ്രേ, ഇവിടെ കുറച്ച് നിയമ നടപടികളൊക്കെ ഉണ്ട്, അതൊക്കെ നീ നേരിടേണ്ടി വരും. എന്ത് നിയമ നടപടി വേണമെങ്കിലും നേരിടാം സാറേ ഞാൻ. എങ്കിൽ പിന്നെ നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ വിളിക്കുകയാണ് കേട്ടോ. ഇച്ചിരി വണ്ണവും പൊക്കവും തടിയും അങ്ങനെ ഇച്ചിരിയുള്ള ഒരു സ്ത്രീയാണ് വിളിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീയെ വിളിച്ചിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, അതെ ഈ ചന്ദ്രനെ കൊണ്ടുപോയി പൂട്ടിയിടാൻ പറഞ്ഞു. എന്താ സാറേ എന്നെ പൂട്ടിയിടാനോ? എന്തിനാ സാറേ എന്നെ പൂട്ടിയിടുന്നത്? ഞാൻ ഒരു ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ട് ഞാനിവിടെ പൈസ കൊണ്ട് തന്നേക്കാം. ചന്ദ്രേ, ഞാൻ പറഞ്ഞു മിണ്ടിപ്പോകരുത്. ഇവിടുത്തെ ശിക്ഷ നിയമ നടപടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇതാണ്. നീ ഏതായാലും ആ റൂമിൽ പോയി കിടക്ക്. നിന്നെ കാണാതെ വരുമ്പോൾ നിന്റെ വീട്ടുകാർ വരും. നിന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരട്ടെ. നിന്റെ വീട്ടുകാർ വന്നു കഴിയുമ്പം ഞാൻ പറഞ്ഞോളാം, എല്ലാ വിവരവും പറഞ്ഞ് നിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോളാം. അയ്യോ സാറേ അങ്ങനെ പറയരുത് സാറേ, ആകെ കഷ്ടത്തിലാവും കേട്ടോ. എനിക്ക് ആത്മഹത്യ ചെയ്യാനല്ലാതെ വേറൊരു നിവൃത്തിയില്ല സാറേ. ഞാൻ ആത്മഹത്യ ചെയ്യും സാറിന്റെ പേര് എഴുതി വെച്ചിട്ട്. എന്താ നീ ഭീഷണിപ്പെടുത്തുവാണോ? ഈ ഭീഷണിയൊന്നുമേ എൻ്റെ അടുത്ത് വേവത്തില്ല. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക. മര്യാദയ്ക്ക് ഇവിടെ കൊണ്ട് പൂട്ടിയിടാനാ പറഞ്ഞെന്ന് പറഞ്ഞു. നമ്മുടെ ചന്ദ്രനെ ആ സ്ത്രീ വലിച്ച് നിരക്കിക്കൊണ്ട് പോവുകയാണ്. ചന്ദ്രൻ എന്ത് ചെയ്താൽ പോകുന്നില്ല. ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്രനെ വലിച്ചെടുത്തോണ്ടാണ്
റൂമിലേക്ക് കൊണ്ടിടുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്ര കാറി കൂവ്, എന്നെ പിടിക്കരുതേ, എന്നെ ഇടരുതേ, എന്നെ ഇവിടെ ഇടരുത്, എനിക്ക് പേടിയാ, ഞാനൊരു പാവമാണേ, ഞാൻ സത്യമാണേ സാറേ പറയുന്നത്, എന്നെ ഇടരുതേ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയോടും കിടന്ന് പറയുന്നു. ആ സ്ത്രീക്ക് ദേഷ്യം പതിട്ട് മിണ്ടാതിരിക്കടി, അവിടെ പൈസയും തരത്തില്ല, എന്നിട്ട് കിടന്ന് അഭ്യാസം കാണിക്കുന്നോ എന്നും പറഞ്ഞൊരു ഒറ്റ ഉന്തി ആ റൂമിൽ കൊണ്ടുപോയി വാതിലും അങ്ങോട്ട് ലോക്ക് ചെയ്തു. പിന്നെ ചന്ദ്രയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ചന്ദ്ര അവിടെ കിടന്ന് വാതിൽ തുറക്കോ അയ്യോ എന്ന് പറഞ്ഞ് കിടന്ന് കരയുക. കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ബ്ലേഡ് പൈസക്കാരല്ലേ, കഴുത്തറുത്തല്ലേ വിടത്തുള്ളൂ. ഏതായാലും ഇതേ സമയം നമ്മുടെ രേവതിനെയും സച്ചിനെയും കാണിക്കാൻ കേട്ടോ. അപ്പൊ നമ്മുടെ രേവതിയും സച്ചി രേവതിനെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് വേണം സച്ചിക്ക് പലിശയൊക്കെ അടയ്ക്കാൻ വേണ്ടി പോകാൻ. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണല്ലോ ഇവർ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ രേവതിയോട് പറഞ്ഞു, ഒരു ഫ്രൂട്ട്സുകാരുടെ കടയിൽ ഇങ്ങനെ കൊണ്ടു നിർത്തിയിട്ട്, ബേക്കറി ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള കടയിൽ കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് ബേക്കറി ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ രേവതിയുടെ വീട്ടിലേക്ക് മേടിക്കാണ്ട്, നീ മേടിച്ചോളാൻ പറഞ്ഞു രേവതിയോട്. രേവതി ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ തുടങ്ങിയ ആ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. എന്തോ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എന്തോ ഒരു ഓട്ടം പോകണം. അപ്പം അതുകൊണ്ട് തന്നെ സച്ചിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പൊ രേവതിയോട് സച്ചി പറഞ്ഞു, ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത്, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ, ആശുപത്രി കേസൊക്കെ അല്ലേന്ന് പറഞ്ഞപ്പം, എങ്കിൽ പിന്നെ സച്ചിയായിട്ട് ഒരു കാര്യം ചെയ്ത് പൊക്കോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊക്കോളാന്ന് പറയുമ്പോൾ, അതല്ല രേവതി, എനിക്ക് പലിശ കൊണ്ട് കൊടുക്കണമല്ലോ, പലിശ കൊണ്ട് കൊടുത്തില്ലെങ്കിലേ അയാൾ പ്രശ്നം ഉണ്ടാക്കും, അയാൾക്ക് കറക്റ്റ് സമയം പലിശ കിട്ടിയില്ലെങ്കിൽ അയാൾ ഇടയെന്ന് പറഞ്ഞപ്പം രേവതി, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു കാര്യം ചെയ്യുമോ രേവതി, ഒരു ഉപകാരം ചെയ്യുമോ, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നിനക്ക് തരാം, നീ ഈ പലിശ പൈസയും കൊണ്ട് കൊടുത്തിട്ട് നീ വീട്ടിലേക്ക് പൊക്കോളാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അതിനിപ്പോൾ എന്താ സച്ചേട്ടാ, എങ്ങനെ ചെയ്യാലോ, ഞാൻ പലിശ പൈസ കൊടുത്തോളാം. ആണോ, എനിക്ക് വലിയ ഉപകാരമായി രേവതി, താങ്ക് യു രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, താങ്ക് യുവോ, എന്തിനാ ഒരു നന്ദി വാക്കൊക്കെ പറയണത്, നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാനല്ലാതെ വേറെ ആരാ ചെയ്യണത്, നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ, അപ്പം നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാനല്ലേ ചെയ്യേണ്ടത്, അതിന് ഈ നന്ദി വാക്കൊന്നും വേണ്ട സച്ചേട്ടാ എന്ന് പറയുമ്പം, സോറി ഇനി ഞാൻ നന്ദി വാക്കൊന്നും പറയില്ല, ഏതായാലും സമയം പോയി, ഞാൻ ഓട്ടോ വിളിച്ചു തരാം, എന്നാ ഈ പൈസ നീ കയ്യിൽ വെച്ചോ, ഇവിടുന്ന് ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകണം കേട്ടോ, നീ വീട്ടിൽ പോകുമ്പം, ഏതായാലും അമ്മയോട് ഞാൻ അന്വേഷിച്ചതൊക്കെ പറയണം, എന്നാലേ നീ പോയിട്ട് വീട്ടിലേക്ക് പൊക്കോ രേവതി, ഞാൻ പോവുക, ഇനിയിപ്പോൾ സമയം കളയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയി. രേവതി നേരെ ഓട്ടോയൊക്കെ വിളിച്ച് ഫൈനാൻസറുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഓട്ടോയൊക്കെ വിളിച്ച് ഫൈനാൻസറുടെ അടുത്ത് ചെന്ന് കയറി ഉടനെ തന്നെ അവിടുന്ന് വലിയൊരു കാർച്ചയും കൂവിച്ചയും ബഹളവും ഒക്കെയാണ് കേൾക്കുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ രേവതി ചെല്ലുന്നത്. രേവതിക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഒരു പന്തികേട്, ഒരു ഭയങ്കര സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. വേറെ ആരും അല്ലാട്ടോ, നമ്മുടെ ചന്ദ്ര എവിടെ കിടന്നണ പൊട്ടിക്കുകയാണ്, അതുപോലെ കിടന്നാ കരയുന്നത്. അപ്പോഴേക്കും അകത്ത് കയറി ചെന്ന് ഇപ്പം ഒരു ഷട്ടറുണ്ട്, ആ ഷട്ടറിനുള്ളിലാണ് പൂട്ടിയിട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഷട്ടറിന്റെ അവിടെ ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. കാതോർത്ത് നിന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആട്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അകത്തേക്ക് കയറിപ്പോയി. രേവതിനെ കണ്ട ഉടനെ അയാളല്ല, നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ കൊച്ചെ നിന്നെ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ രേവതിയാണ്, ഞാൻ സച്ചിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഓ സച്ചിയുടെ ഭാര്യ അല്ലേ, കയറി വാ, എന്തിയെ പൈസ തരാൻ വന്നതായിരിക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ, അതെ ഞാൻ പൈസ തരാൻ വേണ്ടി വന്നതാണ്. അല്ല സച്ചി എന്തിയെ, സച്ചിനെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ, എന്തു പറ്റി, അവനിപ്പം എന്താ ഊടായിപ്പോലോ ആണോ എന്ന് ചോദിച്ചപ്പം, സച്ചിയേട്ടന് ഓട്ടോ ഉണ്ട്, സച്ചിയേട്ടന് ഇങ്ങോട്ട് വരാനിരുന്നായിരുന്നു, ഓട്ടോ ഉണ്ട്. അല്ല ഇത് തന്നെയല്ലേ കഴിഞ്ഞ മാസവും പറഞ്ഞിരുന്നത്, എന്നിട്ടല്ലേ നീ അമ്പലത്തിൽ വന്ന് പലിശയൊക്കെ തന്നത്? അതെ. ഓഹോ അന്ന് ഞാൻ അവനെ പൊക്കിയിരുന്നു, എപ്പടി ഓർക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അത് പിന്നെ അന്ന് വേറെ ഒന്നും അല്ലായിരുന്നു, പൈസ ഒന്നും കയ്യിലില്ലാത്തോണ്ട് ചെറിയൊരു അബദ്ധം പറ്റിയതാ എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അല്ലെ ഇപ്പൊ അവന് ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടോ ഒക്കെ ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. എന്താ എങ്കിൽ പിന്നെ പൈസ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രേവതി പിന്നെയും ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോഴത്തേക്കും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടോ. അപ്പൊ രേവതി, അയ്യോ ഇതെന്താ സാറേ ഒരു കരച്ചിൽ കേൾക്കണത്? അതുപോലെയുള്ള പല കരച്ചിലും ഇവിടെ കേൾക്കും. അതെ, അതൊക്കെ കേട്ടിട്ട് കേൾക്കാതെ മട്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി. ദേ ഒരു തള്ളയാ, പൊട്ടിച്ച കള്ളിന്ന് വേണമെങ്കിൽ പറയാം. ആ കള്ളി വീട്ടുകാരറിയാതെ പ്രമാണം പണയം വെച്ച് പൈസ എടുത്തു. ഇപ്പം പലിശയുമില്ല മുതലുമില്ല. അതുപോലെയുള്ള പേരും കള്ളികൾക്ക് ഈ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അല്ല സ്ത്രീകളെയൊക്കെ ഇങ്ങനെ പൂട്ടിയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ സാറേ? ശരിയാണോന്നോ? ഈ കോടതിയിൽ അത് ശരിയൊക്കെ തന്നെയാ. ഈ പൈസ തരാതെ മുങ്ങി നടക്കുക, പൈസ തരാതെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോ? അതും ആ സ്ത്രീ പറയുന്നതേ, ആ സ്ത്രീയുടെ പൈസ ഏതോ കള്ളന്മാരും മോഷ്ടിച്ചോണ്ട് പോയെന്ന് പോലും. ഏത് കള്ളം മോഷ്ടിച്ചോണ്ട് പോയാലും ഈ എനിക്ക് കിട്ടാനുള്ള പൈസ എനിക്ക് കിട്ടിയിരിക്കണം. അതുകൊണ്ട് അതിന് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടണം. അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യുക, ഇതൊന്നും കണ്ടു കേട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു.
ഏതായാലും നമ്മുടെ രേവതി അങ്ങ് പോകാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. ആ സ്ത്രീയോട് ചോദിച്ചു, അയ്യോ അതെന്തിനാ ആ സ്ത്രീയെ പൂട്ടിയിട്ടേക്കുന്നത്, അതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ മുതലാളി പറയുന്നതല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ മേഡം ഒരു കാര്യം ചെയ്യും, മേഡം പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിക്ക് മനസ്സ് വരുന്നില്ല. രേവതി കുറച്ചു നേരം ശ്രദ്ധിച്ചപ്പോഴത്തേക്കും നല്ല പരിചയമുള്ള സൗണ്ട്. ഇതെന്താ ഒരു സൗണ്ട് കേൾക്കണത്, നല്ല പരിചയമുള്ള സൗണ്ട് ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്. നല്ല പരിചയമുള്ള സൗണ്ടാണ്, രേവതിക്ക് മനസ്സിലായി. അങ്ങനെ പതുക്കെ ആ ഷട്ടറിന്റെ അവിടെ പോയി ചെവി ഇങ്ങനെ ഓർത്ത് നിൽക്കുക. അപ്പൊ വാതിലിനിട്ട് ഇങ്ങനെ അടിച്ചു കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അയ്യോ എന്നെ തുറന്നു വിടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കാർച്ച. അപ്പൊ പെട്ടെന്ന് അയ്യോ ഇത് അമ്മയുടെ സ്വരമല്ലേ, ഇതിനകത്ത് അമ്മയാണോ ഉള്ളത്, ഇത് അമ്മയുടെ സ്വരമാണല്ലോ എന്ന് പറഞ്ഞ് പതിയെ നേരെ അവിടെ ഒരു ചെറിയൊരു ജനലുണ്ടായിരുന്നു. അതിൽ കൂടെ നമ്മുടെ രേവതി നുഴഞ്ഞും പിടിച്ചും തപ്പിയും തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയപ്പോഴത്തേക്കും ചന്ദ്രയോ അവിടെ കിടന്ന് കാറുന്നു. ചന്ദ്ര നോക്കിയപ്പോഴത്തേക്ക് രേവതിയുടെ 2 കണ്ണുകൾ. അപ്പൊ ചന്ദ്ര പെട്ടെന്ന് രേവതിനെ കണ്ടത്, എന്റെ ഈശ്വര ഇതെന്താ രേവതിയോ, അവളെന്താ ഇവിടെ, അയ്യോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെ പ്രശ്നമാവുമല്ലോ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ വിളിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്ക് രേവതി ഈ കാഴ്ച കണ്ടു. ഇതെന്താ അമ്മ ഇവിടെയെന്ന് ചോദിച്ചു. അമ്മ ഇവിടെയെന്ന് ചോദിച്ചതേ ഉള്ളൂ നമ്മുടെ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്ര ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക. ചന്ദ്ര പറഞ്ഞു, പോ 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 നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, പോ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അമ്മ എന്താ ഇവിടെ, അമ്മയാണോ അപ്പം ഇവിടെ കൊണ്ട് പ്രമാണം പണയം വെച്ചിട്ട് പലിശ കൊടുക്കാനുള്ളത്, ഇതെന്താ അമ്മയ്ക്ക് എന്താ പറ്റിയത്, ഇത് ഞാൻ സമ്മതിക്കത്തില്ല, ഇതൊക്കെ തെറ്റാ, അമ്മേനെ പൂട്ടിയിട്ടേക്കുന്നതൊക്കെ തെറ്റായ കാര്യാ, ഞാൻ സച്ചേട്ടനെ വിളിച്ച് പറയാൻ പോവാ. എന്റെ പൊന്നു രേവതി നീ ഒന്നും പറയില്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് വന്നോളാം, ഇവിടുന്ന് എങ്ങനെയമ്മ രക്ഷപ്പെട്ട് വരാനാ, അമ്മ കരയൊന്നും വേണ്ട, അമ്മ എവിടെ നിൽക്കേ, ഞാൻ സച്ചേട്ടനോട് കാര്യം പറയട്ടെ. അയ്യോ രേവതി നീ ആരോടും കാര്യം പറയണ്ട രേവതി, നീ ഒന്ന് ഇവിടുന്ന് പോയാ മതി രേവതി, നീ ഈ കാര്യത്തിൽ ഇടപെടാതെ പോ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് നിന്ന് കരയുക. ഏതായാലും നമ്മുടെ രേവതി ഇടപെടാതിരിക്കുമോ, രേവതിയുടെ അമ്മായിയമ്മേനെ അല്ലേ പൂട്ടിയിട്ടിരിക്കുന്നത്, അങ്ങനെ പൂട്ടിയിട്ടേക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി നേരെ സച്ചിനെ വിളിക്കുകയാണ്. അപ്പൊ സച്ചിനെ വിളിച്ചിട്ട്, സച്ചിയേട്ടാ എന്താ ഇപ്പോഴല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുവിട്ടത്, എന്താ പറ്റിയത്, അയാൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം അയാളൊന്നും പറഞ്ഞില്ല, ഞാനിപ്പോ ഫൈനാൻസ് അവിടെയാ ഉള്ളത്, ഇവിടെ ഒരു സംഭവം നടക്കുകയെന്ന് പറഞ്ഞപ്പോ എന്ത് സംഭവം, അത് പിന്നെ ഇവിടെ അമ്മേനെ പൂട്ടിയിട്ടേക്കുക. അമ്മേനെ പൂട്ടിയിടാനോ, എന്തിനാ നിന്റെ അമ്മേനെ അവിടെ പൂട്ടിയിടുന്നത്, എന്റെ അമ്മേനെ അല്ല സച്ചേട്ടന്റെ അമ്മ നമ്മളാരും അറിയാതെ ഇവിടെ പ്രമാണം വെച്ചിട്ട് പൈസ എടുത്തിട്ടുണ്ടെന്നോ പലിശ കൊടുത്തില്ലെന്നോ അതുകൊണ്ട് ഇവിടെ പൂട്ടിയിട്ടേക്കുവാണെന്നൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ സച്ചി അങ്ങോട്ട് വല്ലാണ്ടങ്ങ് ആയി പോയിട്ടോ. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സച്ചി പറഞ്ഞു, ആണോ നീ ഒരു കാര്യം ചെയ്യ, നീ അച്ഛനെ വിളിക്കുക, അച്ഛനും കൂടെ വരട്ടെ എന്നും പറഞ്ഞ് അച്ഛനെ വിളിക്കാനും കൂടെ പറയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ രവീന്ദ്രനും സച്ചിയും വന്നു കഴിയുമ്പോൾ ഇനി തകർപ്പൻ പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. നമ്മുടെ ചന്ദ്ര നിന്നുരുകി വിയർത്ത് ചന്ദ്രയ്ക്ക് സത്യമെല്ലാം തുറന്നു പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്കെല്ലാം കാത്തിരിക്കാമല്ലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ നയനിയുടെയും ആദർശിന്റെയാണ്. അപ്പം അതും കാണാൻ മറക്കരുത്. അതുമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.